ആണല്ലേ? അയ്യോ, ആണാണെന്ന് ചോദിച്ചല്ല, ലൊക്കേഷനിലാണല്ലേ എന്ന് ചോദിച്ചതാണ്. ആ, അങ്ങനെ സംഭവം ഉണ്ടായോ? അല്ല, അവൻ ഇന്നലെ ഒരു ഉച്ചയാപ്പ് ഇവിടെ എത്തി. അല്ല, ഞാനല്ലല്ലോ അവനെ വിളിക്കാൻ വന്നത്, നമ്മുടെ സ്റ്റാഫായിരുന്നല്ലോ. എന്നോട് ആരും പറഞ്ഞില്ല. സോറി, എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് സോറി പറയുന്നു. ഓക്കെ. ശരി. 10-25 വർഷമായിട്ട് മലയാള സിനിമയിൽ മൃഗങ്ങളെ സപ്ലൈ ചെയ്യുന്ന സുനന്ദപ്പൻ മൃഗാലയാണ് ഞാൻ. ഇന്ന് വരെ എൻ്റെ ഒരു മൃഗങ്ങളും ഒരു ലൊക്കേഷനിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ പൊന്നുപോലെ നോക്കുന്ന എൻ്റെ പെറ്റ്, ഞാൻ പെറ്റിട്ടില്ലെന്നേ ഉള്ളൂ, എന്ത് മനോഹരമായിട്ട് ഞാൻ നോക്കുന്നറിയോ, അവൻ ഇന്നലെ ലൊക്കേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. 2 എണ്ണം കൊടുക്കണ്ടേ അവനിട്ട്? സിദ്ധാർത്ഥ, എടാ സിദ്ധാർത്ഥ, നീ ഒളിച്ചിരുന്നാൽ നിനക്കിന്ന് ഉച്ചക്ക് ഊണില്ല. മര്യാദയ്ക്ക് കൊണ്ട് വരുന്നുണ്ടോ നീ? നീ എന്തുവാടാ ഇന്നലെ ലൊക്കേഷനിൽ ചെന്ന് കാണിച്ചത്? എടാ, നിന്നോട് പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ നായകനെക്കാട്ടിലും എക്സ്പ്രഷൻ ഇടാൻ? ആ നായകൻ ഈ കാണിച്ചിട്ട് ഷൂട്ടിങ് വരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന വർഷം എന്താ നിനക്കറിയത്തില്ല, എനിക്കറിയാം. നിന്നെ എന്ത് ഞാൻ എണീക്കടാ, എണീറ്റ് നിൽക്കടാ, നിവൃത്തി നിൽക്കടാ, ജഞ്ചി ഉരിക്കടാ, കൈ പൊക്കിക്കേ. എടാ, ഈ കൈ പൊക്കാൻ. എന്റെ ദൈവമേ, ഞാൻ കരടീനെയാണോ കഴുതേനെയാണോ വളർത്തുന്നത്? എടാ, അതല്ല പറഞ്ഞത്, നിന്നോട് ഇങ്ങനെ നിൽക്കാനാ പറഞ്ഞത്. ഫോൺ. ഹലോ, പോത്തില്ല, നാളെ പോവുള്ളൂ. ആന്ധ്ര പോത്തില്ലേ? അതാ പറഞ്ഞ, ആന്ധ്ര ഞാൻ നാളെ പോത്തുള്ളൂ, ഇന്ന് കേരളത്തിലുണ്ടെന്നാ. അതല്ല, അവിടെ പോത്തില്ലേന്ന് ചോദിച്ചതാ. ഓ, ഇവിടെ പോത്തില്ലെന്ന് ചോദിച്ചാണല്ലേ? പിന്നെ പോത്തുണ്ട്, കർണാടക പോത്തുണ്ട്, ആന്ധ്ര പോത്തുണ്ട്, നാടൻ പോത്തുണ്ട്, എല്ലാ പോത്തുകളും ഉണ്ട്. കിലോക്ക് എന്താ വില? എന്താന്ന്? കിലോക്ക് എന്താ വില? മിസ്റ്റർ, ഇത് ഇറച്ചിക്കടയല്ല, ഇത് സിനിമയ്ക്ക് വേണ്ടി മൃഗങ്ങളെ കൊടുക്കുന്ന മൃഗായ സുരസഭനാണ് ഞാൻ, മനസ്സിലായോ? വെച്ചിട്ട് പോടാ അവിടുന്ന്. ഇവിടെ വാടാ. എടാ, ഇവിടെ വരാനാ പറഞ്ഞത്. മര്യാദയ്ക്ക് അകത്ത് പോയിട്ട് കണ്ണാടി നോക്കി എക്സ്പ്രഷൻ കുറയ്ക്കുന്ന എങ്ങനെ പോയി പഠിക്കണം. പോടാ ഇറങ്ങി, പോടാ. ഒരു കരടി ഒരാളെ ഒന്ന് കാണാനുണ്ട്. ഈ കരടിയുടെ തിരക്കാണ്ട് ചോദിക്കാൻ വിട്ടുപോയി. അല്ല, നമസ്കാരം. സിനിമയിൽ അഭിനയിക്കാൻ വല്ല താല്പര്യമുണ്ടോ? ഉണ്ടല്ലേ? വരുമല്ലോ. അപ്പം നാളെ ചെറിയൊരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് വരാവോ? 5000 രൂപ ബിരിയാണി ഞാൻ സെറ്റാക്കി തരും. സെറ്റല്ലേ? ഓക്കെ, എന്നാ ഒരു സെക്കൻഡേ. ആ സാറേ, ഗിരിരാജൻ കൂടി റെഡിയാണ് സാർ. അല്ല, ഇപ്പൊ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പെണ്ണുങ്ങൾ നടക്ക്. അപ്പൊ ഗിരിരാജൻ കൂടി ശരിയാണ്, സെറ്റാണ്, നാളെ തന്നെ ലൊക്കേഷനിൽ വരും. അപ്പൊ നിങ്ങൾ ഓർക്കും ഞാൻ എങ്ങനെയാണ് മനുഷ്യരെ മൃഗങ്ങളാക്കുന്നതെന്ന്. ഇതെന്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് തുടങ്ങിയ സ്ഥാപനമായതുകൊണ്ട് തന്നെ ജുറാസിക് പാർക്ക് എന്നൊരു സിനിമ കണ്ടാണ്. അതിൻ്റെ അകത്ത് ഡൈനോസർ ഇല്ലേ, അതാരാ? എൻ്റെ അപ്പൂപ്പൻ്റെ മൃഗമാണത്, ഉള്ളി വിട്ടതാണത്. പിന്നെ ഞങ്ങൾ വിട്ട പടം എന്ന് പറഞ്ഞാൽ അനാക്കോണ്ട. നിങ്ങൾക്കത് വല്ല അനാക്കോണ്ട ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് എൻ്റെ ചുക്കുരി പോകാൻ അറിയാമോ? സിനിമ റിലീസ് ചെയ്തപ്പോഴാണ് ഇവിടെ അനാക്കോണ്ടത്. ഇതാരെ ബെല്ലിലിട്ട് കളിക്കുന്നത്? ആരാത്? ഹലോ മിസ്റ്റർ. ഹലോ, പേരെന്താണ്? സുനന്ദപ്പൻ. ഞാനാണ് കേരളത്തിലെ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിജു പൊഴിയൂർ. രജു പൊഴിയൂർ അല്ലേ? രജു പൊഴിയൂരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മൃഗങ്ങളെയൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് വിടണം. മൃഗങ്ങളെ മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ കേരളത്തിലെ പ്രശസ്തമായ നടീനടന്മാരെ മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. വീറ മൃഗോ? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന നായകന്മാരില്ലേ, ശരിക്കും മലയാള സിനിമ നായകന്മാരാരാ? വില്ലനെ കൊല്ലുന്നയാൾ. ആണോ? അങ്ങനെയാണ് പുലിമുരുകന്റെ അകത്ത നായകൻ ആരാ? ലാലേട്ടൻ. ലാലേട്ടനോ? എന്റെ പുലിയാണ് ആ അടിഗിരിജനെ കൊല്ലുന്നത്. രാജമാണിക്യത്തിന്റെ നായകനാരാ? മമ്മൂട്ടി അല്ല, എന്റെ പോത്താണ് വില്ലനെ കൊല്ലുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതൊക്കെ പോട്ടെ, മൃഗയാ സിനിമ എന്ന സിനിമ ഉണ്ടാണോ? ആ സിനിമയിൽ എന്റെ പാവം പുലിക്ക് ഒരു വില്ലനുള്ള അവാർഡ് മലയാള സിനിമക്കാർക്ക് കൊടുക്കാറുന്നല്ലോ, കൊടുത്തില്ല. അതും പോട്ട്, ആ മമ്മൂട്ടിയോട് തേരാപ്പാര എന്ത് അഭിനയം എന്റെ പട്ടി കാഴ്ച വെച്ചത്. ആ പട്ടിക്ക് ഒരു സഹനടന്റെ അവാർഡ് കൊടുക്കാറുന്നല്ലോ, കൊടുത്തില്ലല്ലോ ഇതുവരെ. ദണ്ഡമുണ്ട്, മനസ്സിൽ ദണ്ഡമുണ്ട്, അറിയാവോ? നിങ്ങളുടെ
പോലത്തെ എന്റെ ദേഹത്ത് കാണിച്ചിട്ട് കാര്യമില്ല. മിസ്റ്റർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേഡത്തിന് സംഭവിച്ചത് എന്താണെന്നറിയാവോ? കഴിഞ്ഞ മേഡത്തിൽ നല്ല ഇടിയും മഴയുമായിരുന്നു. പക്ഷെ എന്റെ മേഡത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇടിയും മുഴയുമാണ്. മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡയറക്ടർ ശങ്കുണ്ണി സാറിന്റെ ലൊക്കേഷനിലേക്ക് പൂച്ചയെ സപ്ലൈ ചെയ്ത ആരാ? ഞാനാണ്. ആ പൂച്ച എന്റെ മാഡത്തെ മാന്തി മേഡം ചോദിക്കാൻ വന്നിട്ടുണ്ട്. എന്റെ മേഡം ആരാണോ? നയൻതാര. നയൻതാരയുടെ മേക്കപ്പ് മാനാണോ? എന്റെ ദൈവമേ, ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരിക്കുവാ. അറിഞ്ഞില്ല, സോറി. എന്നെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. മേഡം കോമ്പൻസേഷൻ മേടിക്കാൻ വേണ്ടി കാറിലിരിപ്പുണ്ട്. മേഡത്തിന് നിങ്ങളോട് സംസാരിക്കണം. ഞാൻ മേഡത്തെ വിളിക്കാം. വന്നിട്ടുണ്ടോ? നയൻതാര വന്നിട്ടുണ്ടോ? ദൈവമേ, പൂച്ച മാന്തിട്ടാണെങ്കിൽ എന്റെ വീട്ടിൽ നയൻതാര എത്തി. നയൻതാര. ഇതാ നയൻതാരയാ? കുഞ്ഞിങ്ങി വന്നേ. എന്റെ കുഞ്ഞിന് എന്തോ ഒരു കണ്ണിന് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ തന്നെ ആശുപത്രി പോയി ഇപ്പൊ തന്നെ റെഡിയാക്കാം. ഇത് നയൻതാരയൊന്നും അല്ലടാ. ഒറിജിനൽ നയൻതാരയ്ക്ക് ശേഷം ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്നത് ജൂനിയർ ഈ നയൻതാരയാണ്. എന്നെ ടച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ മേഡത്തിന്റെ പേഴ്സണൽ ടച്ചപ്പ് ആണ്. അപ്പൊ മേഡം രണ്ടെണ്ണം അടിക്കുമ്പോ നിങ്ങളാണെങ്കിൽ ടച്ച് ചെയ്യണത്. സംഭവം പൂച്ച മാന്നി പിന്നെ മേഡം ഇടക്കിടക്ക് ഇങ്ങനെ ആണല്ലേ അങ്ങനെ സൗണ്ട് പുറപ്പെടുവിക്കും. അയ്യോ പാവം. അതെ, എന്താ പറ്റിയേ? നോക്കൂ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോളാണ് ഈ നയൻ. അപ്പൊ എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നല്ലേ? സിനിമയിലാണ് ജോലി? സിനിമയിലല്ല, അവൾ അയൽക്കൂട്ടത്തിന്റെ ADS. അവളും പോണ വഴിക്ക് ഒറ്റയ്ക്ക് വഴിയൊക്കെ വെട്ടി തെളിച്ചാണ് അവള് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ കാറ്റിന്റെ മുഖത്ത് മാന്തി, അതുകൊണ്ട് എന്നെ കരിയർ തന്നെ ബാധിച്ചു. എങ്ങനെ ബാധിച്ചെന്നു? ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഡയലോഗ് മുഴുവൻ പറയാൻ പറ്റുന്നില്ല. ഡയലോഗ് ആരും കൊടുക്കാനും പോകുന്നില്ല. മേഡത്തിന് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാക്ക് ഇതാ, ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്. ഡയറക്ടർ വായിന്ന് കിട്ടിയതാ. ഡയറക്ടർ ആക്ഷൻ പറയുമ്പോ മാഡം ബബ്ബ അടിക്കും. അപ്പൊ ഡയറക്ടർ പറയും ഷട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത് എന്ന്. എടാ, തിരക്കുള്ള നടിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ പൊന്നു സുഹൃത്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് വരെ ഇവർ ഒരു തിരക്കിൽ ഒരു പടത്തിലും ഞാൻ കണ്ടിട്ടില്ല. മേഡത്തിന് ഓരോ പടത്തിലെ സീൻ നമ്മൾ തിരക്കി നോക്കണം. അതാണ് തിരക്കുള്ള നടി. അപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആണല്ലേ? ചൂടിലാണ്, ഒന്ന് തണുപ്പിക്കണം. പിന്നെ നിന്റെ മേടത്തെ തണുപ്പിക്കാൻ ഞാൻ കുളിർക്കാറ്റല്ലേ പോടൊക്കെ അവിടെ. അതല്ല പറഞ്ഞ മേഡത്തിന് ദേഷ്യം കൂടി കഴിഞ്ഞാൽ രക്തോട്ടം കൂടുതലാണ്. അവരവരിച്ച പടങ്ങളോ ഓടുന്നില്ല, അവരുടെ രക്തമെങ്കിലൊന്നും ഓടട്ടാ. താങ്കൾ ഇത് കേൾക്കണം. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എഴുതി കാണിക്കില്ലേ, ചിത്രീകരണത്തിനിടയിൽ മൃഗങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ലാന്ന്? അത് തിരുത്തണം. എന്നിട്ട് ചിത്രീകരണത്തിനിടയിൽ മൃഗങ്ങളെ കൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഉപദ്രവം ഉണ്ടായില്ലെന്ന് എഴുതി കാണിക്കണം. നിങ്ങൾ നാടന്മാരും നായകന്മാരും കാണിക്കുന്ന എന്തെങ്കിലും അകമ്പാപ്പം എന്റെ മൃഗങ്ങൾ കാണിക്കുന്നുണ്ടോ? അവർക്ക് കാരവാൻ വേണ്ട, അവർക്ക് ഹെവി ഫുഡ് വേണ്ട, അവർ മൊബൈൽ ടച്ച് ചെയ്തിരിക്കത്തില്ല. ഡയറക്ടർ വിളിക്കുന്നു, അഭിനയിക്കുന്നു, പോയിരിക്കുന്നു. അതാണ് അവരുടെ പരിപാടി. നിങ്ങൾ അങ്ങനെ വഴി തിരിച്ചുവിടാൻ നോക്കണ്ട. കേറ്റുമാന്തിന്റെ അടയാളം കോമ്പൻസേഷൻ എനിക്കിപ്പോ കിട്ടിയിരിക്കണം. ഇതിനാണ് മേഡം പൂച്ച മാന്തുന്നതിന് കോമ്പൻസേഷൻ. ഒരു പേസ്റ്റ് പോരെ, ഒരു ഓയിൽമെന്റ് തേച്ചാ പോരെ? ഓയിൽമെന്റ് തേച്ച എന്റെ മേഡത്തിന് ഡയലോഗ് പറയാൻ പറ്റത്തില്ല. ഈ ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടുള്ള പുതിയ സിനിമ കാന്താരം 4, അതിൽ 10,000 പ്രജകൾക്കിടയിൽ ഞാനുണ്ട്. കുറെ വില്ലന്മാർ ഉപദ്രവിക്കാൻ വരിക. പെട്ടെന്ന് ഞാൻ അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഒരൊറ്റ ഡയലോഗ് പറയുന്നുണ്ട്. ആണല്ലേ? എന്റെ ഡയലോഗിലാണ് അവർ ആ നാട് മുഴുവൻ രക്ഷപ്പെടുന്നത്. എന്ത് ഡയലോഗാണത്? അയ്യോ ഓടിക്കോ. സത്യം പറഞ്ഞ മേഡത്തോട് ആരാ അഭിനയിക്കാൻ പറഞ്ഞേ? അതൊരു നല്ല ചോദ്യമാണ്. എന്റെ അഭിനയം എന്നിൽ കണ്ടെത്തിയത് അതെന്റെ അമ്മയാ. മേഡം ഒരു സെക്കൻഡ്. ഓക്കെ, കണ്ടിന്യൂ. കേട്ടോ സുനന്ദപ്പൻ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 5 ലവേഴ്സ് ഉണ്ടായിരുന്നു. 3 ബെസ്റ്റീസും. അതിനുശേഷം എന്നെ പെണ്ണ് കാണാൻ ഒരാൾ വന്നപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, ഇന്ന് വരെ ഒരു പുരുഷന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. അത് കണ്ട പിന്നെ അമ്മ പറയാ, എന്റെ പൊന്നുമോളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഭിനയത്തിന് നീയാണെന്ന്. അങ്ങനെ എന്റെ ഉള്ള അഭിനയം ഞാൻ കണ്ടെത്തി. അയ്യോ സോറി ഫോർ ഐ എം സെന്റിമെന്റൽ. ലൊക്കേഷനിലേക്ക് വിളിച്ചു പറയൂ, ഞാൻ കുറച്ച് ലേറ്റ് ആവും വരാൻ. ഞാൻ ഡയറക്ടർ സാറിനെ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പൊ ഡയറക്ടർ സാർ പറഞ്ഞു വരാൻ വൈകിയാലും കുഴപ്പമില്ല, ആക്ഷൻ പറയുമ്പോ മുഖത്ത് എന്തെങ്കിലും പറഞ്ഞോന്ന് പറഞ്ഞു. ഫോൺ എന്തേ? ഫോണില്ല. ഓ മൈ ഗോഡ്. ഓ എന്തൊരു ചൂട്.
10 ലക്ഷം 3 ലക്ഷം കാർ ഫോൺ എടുക്കാൻ പോവാണോ? അല്ല, ലക്ഷങ്ങളുടെ കണക്ക് പറയാൻ പോവല്ലേ? ലക്ഷങ്ങൾ കണക്കാ? അല്ല, മേഡത്തിന് ഈ ചിട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ട്, അതിന്റെ കണക്കൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി പോകും. പേയ്മെന്റ് അല്ലേ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞത്? ഒന്നില്ല. അത് കൊള്ളാം എന്തായാലും. പിന്നെ താങ്കൾ ഈ 1000-2000 മേടിക്കുന്ന ആളുടെ കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്റെ കൂടെ വന്നാൽ ഞാൻ സെറ്റാക്കി തരൂല തന്നെ. എങ്ങനെ സെറ്റാക്കും? എടോ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ തനിക്ക് പറ്റിയ ഒരു വേഷം ചെയ്യുന്ന പടം ഉടനെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവാണ്. അഭിനയിക്കാൻ വരുന്നെങ്കിൽ വായോ, അടിപൊളിയായിട്ട് അഭിനയിക്കാം. അയ്യോ അയ്യോ എന്റെ ദൈവമേ, അയ്യോ അയ്യോ അയ്യേ. എന്താ പറ്റിയത്? അയ്യോ എന്നെ കരടി മാന്തി. അയ്യോ ഒന്നുമില്ല. ആരും ഒരു കാര്യം മാന്തില്ലെന്ന് അങ്ങനെ മാന്തത്തില്ല. നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? അയ്യോ, പെണ്ണുങ്ങളടുത്ത് പോകത്തില്ലെന്ന്. അതെന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? എന്റെ കരടി ബ്രഹ്മചാരിയാ. എന്റെ കരടി ബ്രഹ്മചാരി. ശരിക്കും നിങ്ങളെ കരടി മാന്തിയോ? കരടി മാന്തി. മാന്തി കരടി മാന്തി. സിദ്ധാർത്ഥനെ കൊണ്ട് സിദ്ധാർത്ഥ ഇവിടെ വാടാ, ഇങ്ങോട്ട് വാടാ. ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം, ഇപ്പൊ തന്നെ ഇതിന്റെ കാര്യങ്ങൾ പരിഹരിക്കട്ടോ. നിങ്ങൾ പറ്റി അയ്യോ അവന്റെ വരവ് കണ്ടോ? വേഗം വാടാ, ഇങ്ങോട്ട് ആകാക്കാതെ. സത്യം പറയടാ, നീ അമ്മച്ചിയെ സോറി ഈ നടിയെ മാന്തിയായിരുന്നോ? അവനില്ലെന്നാണല്ലോ പറഞ്ഞത്. ഇല്ലല്ലോ, കാര്യം മാന്തിന്റെ പുറം നോക്ക്. കാര്യം മാന്തി. എന്റെ കരടി പറഞ്ഞല്ലോ ഇല്ലെന്ന്. ഇല്ലെന്ന് പറഞ്ഞെങ്ങനെ? അപ്പൊ പിന്നെ ആരെയും മാന്തി? എവിടെ മാന്തി നോക്കട്ടെ. അധികം കാണിക്കണോട് കാണിച്ചോണ്ട് തനിക്ക് ഇപ്പൊ കോമ്പൻസേഷൻ തരാൻ പറ്റുമോ? കാറ്റ് മാന്തിയത് 30,000, കരടി മാന്തിയത് 70,000. $1 ലക്ഷം. ഒന്നേന്ന് മാപ്പ് പറയടാ. കഷ്ടമുണ്ടോ? ഒന്നേന്ന് മാപ്പ് പറയടാ. ഇത് 1 ലക്ഷം രൂപ പോകും. എനിക്ക് മാപ്പൊന്നും കേൾക്കണ്ട, എനിക്ക് കോമ്പൻസേഷൻ മതി. വേണ്ട കോമ്പൻസേഷൻ മതി. മതിയോ? 1 ലക്ഷം രൂപ മതിയോ? മതി. എന്റെ ഭാഗത്ത് തെറ്റായി പോയി. 1 ലക്ഷം ഇട്ടിട്ടുണ്ട്. നീ കാരണം എന്റെ അപ്പൊ നിങ്ങളുടെ ഇടയിൽ കണക്ഷൻ ഒന്നുമില്ല, ഒരു ബന്ധമില്ല. പൊക്കോ. പിന്നെ ഉണ്ടല്ലോ ഞാൻ പോളാകത്ത് കയറി പോളാ. എന്നെ പൈസ കളയാൻ വേണ്ടി തുറയ്ക്കാൻ വേണ്ടി വന്നേക്കോ. അവനൊക്കെ ഇവരെ അക്കൗണ്ട് അടിച്ചത് ഇന്ത്യയൊക്കെ. ശരിക്കും മാന്തിയോ? ശരിക്കും എന്നെ മാന്തി പോലെ തോന്നി. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ സുനന്ദപ്പൻ ഏതൊക്കെ സിനിമ ഏറ്റെടുത്തോ ഒന്ന് പറയണം. എന്തിനാ മാഡം? ഞാനിനി സുനന്ദപ്പന്റെ സിനിമയിൽ അഭിനയിക്കുന്നുള്ളൂ. മേഡത്തിന് ഭ്രാന്തുണ്ടാ? ഇത് അങ്ങനെ മൃഗത്തിന്റെ മാന്ത് കൊണ്ട് ചാകാനാണ് വിധി. എടാ, ഒന്ന് മാന്തിയാലെന്താ? സിനിമയിൽ അഭിനയിക്കട്ടെ, കൂടുതൽ പൈസ കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടല്ലോ. എന്റെ മേഡം